Good afternoon, dear students. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് പിന്നെ ഹെഡ് നോട്ട്സ് ആൻഡ് ഫുട്ട് നോട്ട്സ് ഈ രണ്ട് ടോപ്പിക്കാണ്. ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ഇത് നോക്കിക്കേ. ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് ഹോളി ക്രോസ് വിദ്യാസദൻ നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ വരച്ചിരിക്കുന്നത് കണ്ടോ? ഇതാണ് ഹെഡർ. അത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ പേജിലും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇപ്പം നിങ്ങൾ ഏത് പേജ് എടുത്താലും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഹെഡർ. ഹെഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ടോപ്പിൽ ഓരോ ഡോക്യുമെൻറ്റിൻ്റെ ഓരോ പേജിലും അതിൻ്റെ ടോപ്പിൽ കാണുന്ന ടെക്സ്റ്റാണ് ഹെഡേഴ്സ്. ഹെഡേഴ്സ് ചിലപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേരാവാം, എൻ്റെ ടൈറ്റിൽ, ഇല്ലെങ്കിൽ ആരാണോ അത് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തത് അയാളുടെ പേരാവാം, അല്ലെങ്കിൽ ഡേറ്റ്, ടൈം, എന്ത് വേണമെങ്കിലും നമുക്ക് ഹെഡറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ താഴെ ബോട്ടം പാർട്ടിൽ കൊടുക്കുന്നതാണ് ഫൂട്ടർ. ഇവിടെ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അതാണ് ഫൂട്ടർ. അത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ പേജിലും കാണാൻ പറ്റും, ടൈപ്പ് ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഹെഡർ, ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഹെഡർ എന്ന് വെച്ചാൽ നമ്മുടെ പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഒരു പേജിൻ്റെ ടോപ്പിൽ വരുന്നത്. ഫൂട്ടർ എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ താഴെ വരുന്നത്. ഹെഡറും ഫൂട്ടറും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ എല്ലാ പേജിലും വരേണ്ട ഇൻഫർമേഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേജ് നമ്പർ ആണെങ്കിൽ നമുക്ക് എല്ലാ പേജിലും പേജസിൻ്റെ കൗണ്ട് നമുക്ക് കാണാൻ വേണ്ടി പേജ് നമ്പർ നമുക്ക് ഹെഡറായിട്ടോ ഫൂട്ടറായിട്ടോ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ആളുടെ പേര്, ഇല്ലെങ്കിൽ നമുക്ക് സ്കൂൾ നെയിം ആണെങ്കിൽ സ്കൂൾ നെയിം നിങ്ങളൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഹാർഡ് കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ടോപ്പിൽ വയ്ക്കാം. അതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് വയ്ക്കാൻ വേണ്ടി നമുക്ക് ഹെഡേഴ്സ് യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇതേപോലെ ഹെഡർ ആൻഡ് ഫൂട്ടർ നമ്മുടെ ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വേർഡ് ഡോക്യുമെൻ്റ് എടുക്കാം. പുതിയ വേർഡ് ഡോക്യുമെൻ്റ് എടുക്കാൻ ഒന്നിൽ നിങ്ങൾക്ക് ഹോം ബട്ടണിൽ പോയിട്ട് ന്യൂ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, കീബോർഡിൽ നമ്മൾ Ctrl+N ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് ഒരു ഹെഡർ ഫൂട്ടർ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ, നമ്മളൊരു ഡോക്യുമെൻ്റ് എടുത്തു. ഇനി നമ്മളതിൽ ഫസ്റ്റ് നമുക്ക് ഹെഡർ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇൻസേർട്ട് മെനു ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് മെനുവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്, ഹെഡർ ആൻഡ് ഫൂട്ടർ. ഓക്കെ, ഈ മൗസ് പോയിൻ്റർ നോക്കുക. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ എന്ന് പറയുന്ന 3 സെക്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഹെഡർ ക്ലിക്ക് ചെയ്യാം. ഹെഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡേഴ്സിൻ്റെ പല ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ആദ്യത്തേൽ ടൈപ്പ് ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് കൊടുക്കാം. രണ്ടാമത്തേലോ നമുക്ക് 3 ടെക്സ്റ്റ് കൊടുക്കാം. മൂന്നാമത്തേത് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഇയർ കൊടുക്കാം. നോക്കിയേ, ഇങ്ങനെ ഡേറ്റ് കൊടുക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻസിലുള്ള ഹെഡേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. നോക്കിയേ, പല ഡിസൈൻസ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മിസ് നേരത്തെ ഉപയോഗിച്ചത് ഈ ഒരു ഡിസൈനാണ്. ഇനി നമുക്ക് ഒരു സാധാ ഡിസൈൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഹെഡേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്ര ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് ഡിസൈനാണോ നിങ്ങൾക്ക് വേണ്ടത്, ഹെഡറായിട്ട് ഏത് ടൈപ്പിലുള്ള ഡിസൈനാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബ്ലാങ്ക് കൊടുക്കാം. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ സ്കൂൾ നെയിം ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സ്കൂൾ നെയിം കൊടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ ഒന്നിൽ നമുക്ക്
ക്ലോസ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആ പേജിലങ്ങ് ആയിക്കോളും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് കീ പ്രസ് ചെയ്താലും മതി. ഒന്നിൽ നമുക്ക് എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് ഈ ഒരു ഹെഡറിനെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ സേവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പേജിൽ സേവ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡർ. മനസ്സിലായല്ലോ ഹെഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന്? ആദ്യം ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുക. അവിടെ നിങ്ങൾക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഹെഡർ സെലക്ട് ചെയ്യുക, അതിൽ ഇഷ്ടമുള്ള ഡിസൈനും സെലക്ട് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യണം? ഗോ ടു ക്ലോസ് ചെയ്യാം. ഒന്നിൽ നിങ്ങൾക്ക് എസ്കേപ്പ് കൊടുത്ത് ക്ലോസ് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഹെഡറിനെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ സേവ് ചെയ്യണമെങ്കിൽ ഒന്നിൽ നിങ്ങൾക്ക് എസ്കേപ്പ് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയാലും മതി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഫൂട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫൂട്ടർ സെറ്റ് ചെയ്യാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ഇൻസേർട്ട് എടുക്കുക, അതിനുശേഷം ഫൂട്ടർ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇഷ്ടമുള്ള ഒരു ഫൂട്ടർ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഫൂട്ടർ ഡിസൈൻസ് കാണാൻ പറ്റും. അതായത് പേജിൻ്റെ താഴെ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ ഡിസൈൻസാണിതൊക്കെ. ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ എന്താണോ നിങ്ങൾക്ക് വരേണ്ടത് അത് നിങ്ങൾ കൊടുക്കുക. ഇപ്പം ഞാൻ ക്ലാസ് 8 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ഫൂട്ടർ സേവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നിൽ നിങ്ങൾ എസ്കേപ്പ് കീ കീബോർഡിൽ പ്രസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എസ്കേപ്പാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അതാ നമ്മുടെ ഹെഡർ ആൻഡ് ഫൂട്ടർ ഇവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഈ ഡോക്യുമെൻറ്റിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ മനസ്സിലായല്ലോ, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു ഹെഡറിൽ ഡേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസേർട്ടിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ഇപ്പം നമുക്ക് നമ്മുടെ കറണ്ട് ഡേറ്റ്, അതായത് നമ്മുടെ ഇന്നത്തെ ഡേറ്റാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഈ ഒരു ഹെഡർ പോർഷൻ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെയാണ് ഹെഡറിലാണ് നിങ്ങൾക്ക് ടൈം അല്ലെങ്കിൽ ഡേറ്റ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോർഷൻ, ഹെഡർ പോർഷൻ ചുമ്മാ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഹെഡർ പോർഷൻ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കാണാൻ പറ്റും. അതെ, ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഡേറ്റ് ആൻഡ് ടൈം കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം കണ്ടോ? അപ്പോൾ ഈ ഡേറ്റ് ആൻഡ് ടൈമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഡേറ്റ് അല്ലെങ്കിൽ ടൈം കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്ത് നോക്കിക്കേ. ഇപ്പോൾ ടൈം 11:50 AM ആണ്. അപ്പോൾ അത് ചൂസ് ചെയ്തു. ചൂസ് ചെയ്യാൻ ഒന്നിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഹെഡറിനെ സേവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നിൽ എസ്കേപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഈ ഒരു കാര്യം നമുക്ക് സേവായി കിട്ടി. ഇതാണ് ഇപ്പം നമ്മുടെ ഹെഡർ. ഓക്കെ, ഇനി ഫൂട്ടറിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? ഡേറ്റും ടൈമും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഫൂട്ടർ പൊസിഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നിങ്ങൾ ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് ഫോർമാറ്റാണോ അല്ലെങ്കിൽ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫൂട്ടർ വന്നു. ഇനി അതിനെ സേവ് ചെയ്യാൻ എസ്കേപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെഡർ ആൻഡ് ഫൂട്ടർ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എങ്ങനെ ഹെഡർ ആൻഡ് ഫൂട്ടർ സെറ്റ് ചെയ്യാം, എങ്ങനെ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ടൈമും ഡേറ്റും കൊടുക്കാം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ നന്നായിട്ട് കാണുക. അതായത് ഏത് മെനു എടുക്കുമ്പോൾ ഏത് ഓപ്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നതെന്ന് ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് നോക്കുക. ഇനി ലാപ്ടോപ്പോ അല്ലെങ്കിൽ സിസ്റ്റമോ അല്ലെങ്കിൽ വേർഡ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന്
ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ വേർഡിൽ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ ഈ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡിയ ക്ലിയർ ആവും. ഓക്കെ, നമ്മളെപ്പോഴും റീഡ് ചെയ്യുക, ഇത് ഓഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത്, ഇപ്പം നമ്മൾ ഹെഡർ ആഡ് ചെയ്യാൻ പഠിച്ചു, ഫൂട്ടർ ആഡ് ചെയ്യാൻ പഠിച്ചു, അതിൽ നമ്മളിപ്പോൾ ഡേറ്റും ടൈമും ആഡ് ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ ഒരു ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ നമ്മൾ കൊടുത്തപ്പോൾ എനിക്കതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ എഡിറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് ആ ഹെഡർ ഇല്ലെങ്കിൽ ഫൂട്ടർ ഡിലീറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാനും ഹെഡേഴ്സിനെയും ഫൂട്ടേഴ്സിനെയും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾ ഹെഡർ പോർഷൻ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, അവിടെ ഈ കർസർ പോയിൻ്റ് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് ഇത് സേവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതേപോലെ ഫൂട്ടർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഫൂട്ടറിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ഫൂട്ടർ മാറ്റി വേറൊരു ഫൂട്ടർ ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അതങ്ങ് നമ്മൾ ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പം കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ഹെഡർ ഫൂട്ടർ. അപ്പോൾ അത് ഹെഡർ ആഡ് ചെയ്യാൻ പഠിച്ചു, ഹെഡർ ആൻഡ് ഫൂട്ടർ ആഡ് ചെയ്യാൻ പഠിച്ചു, എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, അങ്ങനെ ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു. ഈ ഒരു ചേഞ്ചസ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ നിങ്ങൾ ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഹെഡ് നോട്ട്സ് ആൻഡ് ഫുട് നോട്ട്സ് ആണ്. നോക്കിക്കേ, ഹെഡർ ആൻഡ് ഫൂട്ടർ മനസ്സിലായല്ലോ. അടുത്ത ഹെഡ് നോട്ട്സ് ആൻഡ് ഫുട് നോട്ട്സ്. ഹെഡ് നോട്ട്സ് ആൻഡ് ഫുട് നോട്ട്സ് എൻഡ് നോട്ട്സ് ആണ്. ഫുട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ്. ഓക്കെ, ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ എൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഒരു വേർഡിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പലരും ബുക്സൊക്കെ വായിക്കുന്നവരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ബുക്സിൽ നമ്മൾ വായിച്ചു വരുമ്പം ആ ഓരോ വേർഡിൻ്റെ അവിടെ ഒരു നമ്പറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്ക് വെച്ച് അവർ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണും. ആ പേജിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളത് മിക്കവാറും ബുക്സിലൊക്കെ കണ്ടു കാണും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വേർഡിൽ കൊടുക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫുട് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് കമൻസ്, ഒരു ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെ കമൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഫുട് നോട്ട് കണ്ടോ, നിങ്ങൾക്കിവിടെ ഫുട് നോട്ട് എന്ന് എഴുതിയ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഒരു 1 കാണാൻ പറ്റുന്നില്ലേ, അതാണ് ഫുട് നോട്ട്. അതായത് അതിന് ഒരു ടെക്സ്റ്റ് ഈ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് കാണിക്കാനാണ് നമ്മളവിടെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കഴ്സർ കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് കാണാൻ പറ്റും. അതിൽ ഗീവ്സ് കമൻറ്റ്സ് ഓർ പ്രൊവൈഡ് റെഫറൻസ് ഫോർ ദ ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കത് കാണിച്ചു തരികയും ചെയ്യും. നോക്കിക്കേ, ഇവിടെ ഇങ്ങനെയാണ് ഞാൻ ഫുട് നോട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഫുട് നോട്ടിൻ്റെ അവിടെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ഇതിൽ ഫുട് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഫുട് നോട്ട് എപ്പോഴും ഈ ഡോക്യുമെൻറ്റിൻ്റെ താഴെയോ അല്ലെങ്കിൽ ആ വേർഡിൻ്റെ തൊട്ട് താഴെയോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഫുട് നോട്ട് ഒന്നിൽ ഒരു നമ്പർ ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടർ കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പിനേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫുട് നോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നേരത്തെ ഞാൻ വെച്ചിരുന്നത് തന്നെ ഞാൻ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഈ ഒരു കണ്ടൻറ്റ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താ, Ctrl+C. ഇനി പേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, Ctrl+V. അപ്പോൾ ഇതിലെങ്ങനെയാണ്
ഫുട് നോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫുട് നോട്ടിൻ്റെ അവിടെയാണ് എനിക്ക് ഒരു ടെക്സ്റ്റ്, അതായത് ഇതിൻ്റെ റെഫറൻസ് കൊടുക്കേണ്ടത്. അതായത് ഈ ഫുട് നോട്ടിൻ്റെ ഇപ്പോൾ എനിക്ക് മീനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും റെഫറൻസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി റെഫറൻസിൽ പോവാം. റെഫറൻസിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസേർട്ട് ഫുട് നോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫുട് നോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഡോക്യുമെൻറ്റിൻ്റെ താഴെയേ വരത്തുള്ളൂ, അതായത് ഈ ഒരു ഭാഗത്തേ വരത്തുള്ളൂ. ഇനി എൻഡ് നോട്ടാണെങ്കിൽ നമുക്ക് ആ വേർഡിൻ്റെ താഴെ തന്നെ എഴുതാൻ പറ്റും, വേർഡിൻ്റെ താഴെ തന്നെ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. ഫുട് നോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ഫുട് നോട്ട് എടുക്കുക. അപ്പോൾ കണ്ടോ, ഫുട് നോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു താഴെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എന്തിനാണോ നമുക്ക് ഫുട് നോട്ട് കൊടുത്തത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുക, ഗീവ്സ് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഒരു വ്യൂവറിന് അല്ലെങ്കിൽ ഇത് റീഡ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ആവാം, ക്യാരക്ടർ ആവാം, എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എനിക്ക് ഈ ഫുട് നോട്ടിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബോട്ടം ഓഫ് ദ പേജ് അല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് നമ്പർ ഫോർമാറ്റ് എന്ന് പറയുന്നത് 1 2 3 ആണ്. ഇനി എനിക്ക് ഇഷ്ടമുള്ള ഒരു സിമ്പിളാണ് കൊടുക്കേണ്ടതെങ്കിൽ സിമ്പിൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിമ്പിൾ എടുക്കുക, സെലക്ട് ചെയ്യുക, അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എനിക്കിവിടെ സിമ്പിളായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫുട് നോട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫുട് നോട്ട് ഏത് സിമ്പിൾ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇഷ്ടമുള്ള സിമ്പിൾ കൊടുക്കാം, നമ്പർ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് റെഫറൻസിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഇൻസേർട്ട് ഫുട് നോട്ട് കാണാൻ പറ്റും. ഇൻസേർട്ട് ഫുട് നോട്ട് അല്ലെങ്കിൽ ഇൻസേർട്ട് എൻഡ് നോട്ട്. ഇൻസേർട്ട് എൻഡ് നോട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ഫുട് നോട്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ താഴെ വരും. എൻഡ് നോട്ട് ആണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് എവിടെയാണോ തീരുന്നത് അവിടെ തന്നെ ആയിരിക്കും എൻഡ് നോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അത് സേവ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്സ്. നിങ്ങളിത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.